വർഷങ്ങളോളം ഒരു മനുഷ്യനും പോലും ചെന്നെത്താത്ത വിധം വിദൂരമായൊരു ദ്വീപിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നാലുപാടും മഞ്ഞും തണുത്ത കാറ്റും തിരമാലകളുടെ ശബ്ദവും മരണത്തിന്റെ ഗന്ധവും തൊട്ടടുത്തുള്ള ഒരു ദ്വീപ്. പകൽ വെളിച്ചത്തിൽ പോലും അവിടെ ഇരുട്ടാണ്. രാത്രിയിലാകട്ടെ കാറ്റിന്റെ ഇരമ്പൽ മാത്രം. ആ ദ്വീപിലേക്ക് ഒരു ദിവസം ആയിരക്കണക്കിന് ആടുകളെ തുറന്നുവിട്ടു. ഇല്ല, നിങ്ങൾ കേട്ടത് തെറ്റല്ല. ഈ ആടുകളെ അവിടെ വളർത്താനല്ല, മറിച്ച് ചത്തൊടുങ്ങാനാണ് തുറന്നുവിട്ടത്. പക്ഷേ പ്രകൃതി അതിനെ അങ്ങനെ അംഗീകരിക്കാൻ വിസമ്മതിച്ചു. വർഷങ്ങളോളം ആരും അങ്ങോട്ട് മടങ്ങിപ്പോയില്ല. ആ ദ്വീപിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയാൻ കഴിഞ്ഞതുമില്ല. ഒടുവിൽ 75 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ആ ദ്വീപിൽ കാലുകുത്തിയപ്പോൾ അവർ കണ്ടത് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒന്നായിരുന്നു. തുറന്നുവിട്ട ആടുകൾ ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവ ഭയാനകമായ രൂപങ്ങളായി മാറിയിരുന്നു. കണ്ണുകളിൽ ചുവന്ന തീ, രോമങ്ങൾക്കടിയിൽ പാറ പോലെയുള്ള ശരീരം. അവയുടെ പെരുമാറ്റത്തിലാകട്ടെ ഏതെങ്കിലും രാക്ഷസന്റെ ആത്മാവ് അവയെ കീഴടക്കിയതുപോലെയുള്ള വന്യത. ഇത് പ്രകൃതിയുടെ ശാപമായിരുന്നോ? അതോ ആ ദ്വീപിൽ ജീവനുള്ള വസ്തുക്കളെ മറ്റെന്തെങ്കിലും രൂപത്തിലേക്ക് മാറ്റുന്ന എന്തെങ്കിലുമുണ്ടോ? ഇന്നത്തെ ഈ വീഡിയോയിൽ ഉപേക്ഷിക്കപ്പെട്ട ആടുകൾ ഇനി ആടുകളല്ലാതെ ഭയാനകമായ രൂപത്തിലേക്ക് മാറിയ ആ യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഈ ദ്വീപിന്റെ പേര് ക്യാംബെൽ ദ്വീപ് എന്നായിരുന്നു. ഇത് തെക്കൻ പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1810-ൽ ഒരു ഓസ്ട്രേലിയൻ നാവികനാണ് ഇത് കണ്ടെത്തിയത്. അക്കാലത്ത് ഇത് സീ ലയണുകളെയും തിമിംഗലങ്ങളെയും വേട്ടയാടുന്നതിനുള്ള ഒരു കേന്ദ്രമായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ന്യൂസിലാൻഡ് സർക്കാർ ഈ ദ്വീപ് കന്നുകാലി വളർത്തൽ ലീസിന് നൽകി. അതായത് സർക്കാരിന്റെ അനുമതിയോടെ കന്നുകാലികളെ വളർത്താൻ. ആ അവസരം മുതലാക്കി ജെയിംസ് ഗോർഡൻ എന്ന കർഷകൻ ആദ്യമായി അവിടെ ആടുകളെ കൊണ്ടുപോയി. എന്നാൽ 1900 ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പദ്ധതി പരാജയപ്പെട്ടു. ദ്വീപിലെ പ്രയാസകരമായ അന്തരീക്ഷം, ഭക്ഷണത്തിന്റെ കുറവ്, കാലാവസ്ഥയുടെ അനിശ്ചിതത്വം എന്നിവയെല്ലാം അദ്ദേഹത്തിനെതിരായിരുന്നു. പിന്നീട് മറ്റൊരു ക്യാപ്റ്റൻ ആ ലീസ് വാങ്ങുകയും വൻതോതിൽ ആടുവളർത്തൽ ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹം 3 ഘട്ടങ്ങളിലായി കപ്പലിൽ ഏകദേശം 3000 ആടുകളെ ദ്വീപിലേക്ക് അയച്ചു. അവയിൽ ഭൂരിഭാഗവും മെറീനോ ഇനത്തിൽപ്പെട്ടവയോ അവയുടെ മിക്സഡ് ബ്രീഡോ ആയിരുന്നു. 1913 ആയപ്പോഴേക്കും ആടുകളുടെ എണ്ണം 7000 മുതൽ 8000 വരെയായി ഉയർന്നു. അപ്പോൾ ഈ പ്രോജക്റ്റ് വിജയിക്കുമെന്ന് തോന്നിപ്പിച്ചു. ദ്വീപിലെ പ്രകൃതിദത്ത അന്തരീക്ഷത്തിൽ മെഗാ ഹെർബ്സ് എന്ന് വിളിക്കപ്പെടുന്ന വളരെ വലിയ ചില സസ്യങ്ങളുണ്ടായിരുന്നു. ഈ സസ്യങ്ങൾ സൂര്യപ്രകാശം ധാരാളം ആഗിരണം ചെയ്യുകയും കടുത്ത തണുപ്പിലും ആടുകൾക്ക് ജീവനോടെ ഇരിക്കാൻ സഹായിക്കുകയും ചെയ്തു. എന്നാൽ പ്രകൃതി ഒരിക്കലും മനുഷ്യനെ എളുപ്പത്തിൽ ജയിക്കാൻ അനുവദിക്കില്ല. സമയത്തിനനുസരിച്ച് ഭക്ഷണത്തിന്റെ ആ ഉറവിടം കുറയാൻ തുടങ്ങുകയും ആടുകളുടെ എണ്ണം വേഗത്തിൽ കുറയുകയും ചെയ്തു. 1931-ൽ ഈ പ്രോജക്റ്റ് പൂർണ്ണമായും നിർത്തിവെച്ചു. അപ്പോൾ ഏകദേശം 4000 ആടുകൾ ജീവനോടെ ബാക്കിയുണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളും ബുദ്ധിമുട്ടിലായി. കാരണം അവർക്ക് പ്രധാന കരയിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല. അവർ ഏകദേശം 2 വർഷത്തോളം ആ ദ്വീപിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ബോട്ടുകളോ ആശയവിനിമയ മാർഗങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സർക്കാർ ഒരു കപ്പലയച്ച് അവരെ രക്ഷപ്പെടുത്തി. എന്നാൽ അവർ ശേഖരിച്ച കമ്പിളിക്ക് വളരെ കുറഞ്ഞ വില മാത്രമേ ലഭിച്ചു. അത് യാത്രാ ചെലവിന് പോലും തികഞ്ഞില്ല. ഫലമായി അവർക്ക് ഒരു പൈസ പോലും ലഭിച്ചില്ല. ആടുകളെ അന്ന് ദ്വീപിൽ തനിച്ചാക്കി അവയുടെ വിധിക്ക് വിട്ടുകൊടുത്തു. എന്നാൽ യഥാർത്ഥ കഥ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ആടുകൾ പ്രകൃതിദത്തമായി അതിജീവിക്കാൻ പ്രാപ്തമായിരുന്നില്ല. അവയുടെ ശരീരത്തിലെ രോമം, കമ്പിളി കൃത്യമായി വെട്ടിയൊരുക്കേണ്ടതുണ്ടായിരുന്നു. അല്ലെങ്കിൽ കൂടുതൽ രോമം അടിഞ്ഞുകൂടി അവയുടെ ശ്വാസം മുട്ടാം. ഇതുകൂടാതെ സ്വയം രക്ഷിക്കാൻ അവയ്ക്ക് കൊമ്പുകളോ നഖങ്ങളോ ഉണ്ടായിരുന്നില്ല. പേടി കാരണം ഹൃദയസ്തംഭനം വന്നുപോലും അവ ചത്തുപോകാം. എന്നിട്ടും ക്യാംബെൽ ദ്വീപിലെ പ്രകൃതി അവയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. ചുറ്റും മലനിരകളും പാറകളുമായതിനാൽ വേട്ടയാടുന്ന മൃഗങ്ങൾക്കൊന്നും അവിടെ വരാൻ കഴിഞ്ഞില്ല. ശക്തമായ കാറ്റ് കാരണം ഈച്ചകൾക്കോ പ്രാണികൾക്കോ അവിടെ നിലനിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. 1913-ൽ ആടുകളുടെ എണ്ണം ഏറ്റവും കൂടുതലായിരുന്നുവെങ്കിലും 1931 ആയപ്പോഴേക്കും ഭക്ഷണത്തിന്റെ കുറവ് മൂലം അത് വീണ്ടും കുറഞ്ഞു. എന്നിരുന്നാലും അത്ഭുതകരമായ കാര്യമെന്തെന്നാൽ മനുഷ്യന്റെ യാതൊരു സഹായവുമില്ലാതെ 1931-നും 1958-നും ഇടയിൽ ആടുകളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി. പ്രകൃതി തന്നെ അവയെ ജീവനോടെ നിലനിർത്താൻ ശ്രമിക്കുന്നതുപോലെ. പുതിയ അന്തരീക്ഷത്തോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ആടുകൾ വേഗത്തിൽ ചത്തുപോയി. എന്നാൽ അവശേഷിച്ചവ ഏറ്റവും ശക്തവും ഏറ്റവും കൂടുതൽ ക്രമീകരിക്കാൻ കഴിവുള്ളതുമായിരുന്നു. ആ ശക്തമായ ആടുകളുടെ ജീനുകൾ തലമുറകളിലൂടെ പടർന്നു. ക്രമേണ ആ ദ്വീപിൽ തികച്ചും പുതിയൊരിനം ആട് ജന്മമെടുത്തു. അവയ്ക്ക് തണുപ്പിനെ സഹിക്കാനും കാറ്റിനോട് പൊരുതാനും സ്വയം രോമങ്ങൾ പൊഴിച്ചുകളയാനും കഴിയുമായിരുന്നു. അവ ഇനി മനുഷ്യരുടെ ആടുകളായിരുന്നില്ല. അവ പ്രകൃതിയുടെ സൃഷ്ടിയായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ആ വിജനമായ ദ്വീപിൽ നിശബ്ദമായ ഒരു പരിണാമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആര് ജീവിക്കും, ആരില്ലാതെയാകും എന്ന് പ്രകൃതി സ്വന്തം നിയമങ്ങളിലൂടെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ദുർബലരായവ ക്രമേണ ഇല്ലാതെയായി, ശക്തരായവ അവശേഷിച്ചു. അങ്ങനെ തലമുറയായി വിചിത്രമായി പൊരുത്തപ്പെട്ടവരും ശക്തരും വന്യരുമായ ആടുകൾ ജന്മമെടുത്തു. 1975-ൽ മനുഷ്യൻ വീണ്ടും മടങ്ങിയെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച കണ്ട് അവരുടെ കണ്ണുകൾ തള്ളിപ്പോയി. ദ്വീപിലെ ആടുകൾ ഇനി പഴയതുപോലെ ശാന്തരായിരുന്നില്ല. അവയുടെ ശരീരത്തിലെ രോമങ്ങൾ വളരെ കട്ടിയുള്ളതും വരണ്ടതുമായി മാറിയിരുന്നു. കാറ്റിനു പോലും അതിലൂടെ കടന്നുപോകാൻ കഴിഞ്ഞില്ല. അവ തലയുയർത്തി നടന്നു. മൂർച്ചയുള്ള കാഴ്ചയും ശക്തമായ താടിയെല്ലുകളും ഉണ്ടായിരുന്നു. അവയെ
അവയിൽ ഭയാനകമായൊരു ഗാംഭീര്യവും വന്യമായ ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. ഗവേഷകർ അവയ്ക്ക് സാധാരണ ഭക്ഷണം നൽകാൻ ശ്രമിച്ചപ്പോൾ അവയ്ക്ക് ഭക്ഷണം തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ലെന്ന് കണ്ടു. അവ ഉണങ്ങിയ പുല്ല് കടിച്ചുപറിക്കാൻ ശ്രമിച്ചെങ്കിലും വായിലേക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ശാസ്ത്രജ്ഞർക്ക് പുല്ല് കെട്ടുകളാക്കി നൽകേണ്ടി വന്നു, അവയ്ക്ക് സാധാരണ രീതിയിൽ തിന്നാൻ വേണ്ടി. ഇത്രയും വർഷം ദ്വീപിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞതുകൊണ്ട് അവ ഭക്ഷണം കഴിക്കുന്നതും നടക്കുന്നതും എന്നാൽ പ്രസവിക്കുന്ന രീതി പോലും മാറ്റിയിരുന്നു. അവ നിന്നുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. ജനിച്ചു വീണ ഏതാനും മിനിറ്റുകൾക്കകം ആ ചെറിയ ആട്ടിൻകുഞ്ഞിന് സ്വന്തം കാലിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമായിരുന്നു. പ്രകൃതി തന്നെ അവയെ അതിജീവനത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്നതുപോലെ അവയ്ക്കിനി മനുഷ്യരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പേടിയുമുണ്ടായിരുന്നില്ല. അവ സ്വതന്ത്രരും വന്യരുമായിരുന്നു. ഇതിനേക്കാൾ അത്ഭുതകരമായ കാര്യമെന്തെന്നാൽ സാധാരണ ആടുകളെ എളുപ്പത്തിൽ കൊല്ലാൻ കഴിയുന്ന 2 മാരക രോഗങ്ങൾക്കെതിരെ അവ പ്രകൃതിദത്തമായി പ്രതിരോധശേഷി കൈവരിച്ചിരുന്നു. ഏറ്റവും അവിശ്വസനീയമായ കാര്യം, അവയ്ക്ക് സ്വന്തം ശരീരത്തിലെ രോമങ്ങൾ സ്വയം പൊഴിച്ചു കളയാൻ കഴിയുമായിരുന്നു. മനുഷ്യരുടെ സഹായം ആവശ്യമില്ലായിരുന്നു. എപ്പോഴാണ് ആവശ്യമില്ലാത്ത രോമങ്ങൾ പൊഴിക്കേണ്ടതെന്നും എപ്പോഴാണ് പുതിയ രോമങ്ങൾ വളർത്തേണ്ടതെന്നും അവയുടെ ശരീരത്തിന് മനസ്സിലായതുപോലെയായിരുന്നു അത്. അവ ദിവസവും രാവിലെ 4 മണി മുതൽ 11 മണി വരെ മേയുമായിരുന്നു. അതിനുശേഷം കാറ്റ് എത്ര ശക്തമായി വീശിയാലും അവ തിരിഞ്ഞു നിന്ന് കാറ്റിനെതിർദിശയിൽ തീറ്റ തുടരുമായിരുന്നു. ലളിതവും എന്നാൽ മികച്ചതുമായ ഈ ശീലമായിരുന്നു അവയുടെ അതിജീവനത്തിന്റെ രഹസ്യം. എന്നാൽ 1937 ന്യൂസിലൻഡ് സർക്കാർ ക്യാമ്പ് ബെൽ ദ്വീപിനെ ഒരു സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു, ഇതിന്റെ പ്രകൃതിദത്ത ജൈവ വൈവിധ്യം നശിക്കാതിരിക്കാൻ. പിന്നീട് 1954 ഇത് പൂർണ്ണമായും പ്രകൃതി സംരക്ഷണ മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇവിടെ നിന്നാണ് ഈ അസാധാരണ ഇനത്തിന്റെ ഏറ്റവും ഭയാനകമായ അധ്യായം ആരംഭിക്കുന്നത്. ദ്വീപിലെ ആടുകളുടെ സാന്നിധ്യം അവിടെയുള്ള സസ്യങ്ങൾക്കും പരിസ്ഥിതിക്കും ഭീഷണിയായി കണക്കാക്കപ്പെടുന്നതിനാൽ ദ്വീപിലുള്ള എല്ലാ ആടുകളെയും കൊന്നൊടുക്കണമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. 1958 ആയപ്പോഴേക്കും ദ്വീപിൽ 1000-ൽ താഴെ ആടുകൾ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കി. എന്നാലും അവയുടെ വംശവർദ്ധനവ് തുടർന്നു. ഫലമായി ഒരു ഭയാനകമായ കൊലവിളി അഥവാ ഹത്യ ആരംഭിച്ചു. സംഘങ്ങളായി ആയുധധാരികളെ ദ്വീപിലേക്ക് അയച്ചു. അവർ ആടുകളെ പിടിച്ച് കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. ഒന്നൊന്നായി ഏകദേശം 3000 ആടുകൾ കൊല്ലപ്പെട്ടു. തോക്കുകളുടെ ശബ്ദവും നിലവിളികളും ദ്വീപിലെ നിശബ്ദമായ വായു നിറഞ്ഞു. ഒരിക്കൽ പ്രകൃതി ഒരു പുതിയ ജീവിതം നൽകിയവയുടെ മരണത്തിന് ഇന്ന് അതേ പ്രകൃതി സാക്ഷിയായിരുന്നു. 1980കളുടെ അവസാനത്തിൽ അവസാനത്തെ ആടിനെയും വെടിവെച്ചു കൊന്നു. 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതുപോലെ ദ്വീപ് വീണ്ടും നിശബ്ദമായി. എങ്കിലും ചില ശാസ്ത്രജ്ഞരുടെ മനസ്സിൽ ആ കാഴ്ച പതിഞ്ഞുപോയി. ഈ ആടുകൾ പൂർണ്ണമായും ഇല്ലാതായാൽ ലോകത്തിന് ഒരു അപൂർവ പരിണാമത്തിന്റെ അടയാളം തന്നെ നഷ്ടപ്പെടുമെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. അതിനാൽ 1975-ൽ ഗവേഷകരുടെ ഒരു സംഘം ചില ആടുകളെ ജീവനോടെ രക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അപ്പോഴേക്കും അവ പൂർണ്ണമായും വന്യമായി മാറിയിരുന്നു. ആർക്കും അവയുടെ അടുത്തേക്ക് പോലും പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഒരു പ്രത്യേകതരം വിസിലടിച്ച് അവയെ ഒന്നിപ്പിച്ചു. മണിക്കൂറുകളോളം ശ്രമിച്ചതിനു ശേഷം 58 ആടുകളെ ജീവനോടെ പിടികൂടാൻ കഴിഞ്ഞു. തുടർന്ന് ന്യൂസിലാൻഡിലെ കാർഷിക മത്സ്യബന്ധന മന്ത്രാലയം അവയിൽ ഏറ്റവും ആരോഗ്യമുള്ളതും ശക്തമായ 10 ആടുകളെ തിരഞ്ഞെടുത്തു. അവയുടെ കഴുത്തിൽ നായയുടെ കോളറിട്ട് മലനിരകൾ കടത്തി കപ്പലിലേക്ക് കൊണ്ടുപോയി. ആ കാഴ്ച അവിശ്വസനീയമായിരുന്നു. പ്രകൃതിയുടെ മടിത്തട്ടിൽ ജനിച്ച പുതിയ ഇനം വീണ്ടും മനുഷ്യന്റെ കൈകളിലൂടെ നാഗരികതയുടെ ലോകത്തേക്ക് മടങ്ങിവരികയായിരുന്നു. ഈ ആടുകളെയാണ് പിന്നീട് ക്യാമ്പ് ബെൽ ഐലൻഡ് ഷീപ്പ് എന്നറിയപ്പെട്ടത്. അവയെ ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുപോയി പ്രജനനത്തിലൂടെ ഒരു പുതിയ ഇനമുണ്ടാക്കി. അതിന്നും ജീവിച്ചിരിപ്പുണ്ട്. അവയുടെ രക്തത്തിൽ അതിജീവനത്തിന്റെ അവിശ്വസനീയമായ ആ കഥയുണ്ട്. അവിടെ മനുഷ്യനില്ലാതെ പ്രകൃതി ഒറ്റയ്ക്ക് പുതിയ ജീവിതവും പുതിയ ഇനവും പുതിയ ചരിത്രവും സൃഷ്ടിച്ചു. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഈ ആടുകളെ കുറച്ചുകൂടെ പതിറ്റാണ്ടുകൾ ദ്വീപിൽ തുടരാൻ അനുവദിച്ചിരുന്നെങ്കിൽ അവ കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ഇനമായി വികസിച്ചേനെ. ചരിത്രത്തിൽ പല മൃഗങ്ങളും ഒറ്റപ്പെട്ട ദ്വീപുകളിൽ കഴിഞ്ഞു പുതിയ രൂപങ്ങൾ കൈവരിച്ചതുപോലെ ഇതാണ് പ്രകൃതിയുടെ നിയമം. ഏകാന്തത നീണ്ടു നിൽക്കുമ്പോൾ പുതിയ ജീവിതവും പുതിയ സവിശേഷതകളും ജന്മമെടുക്കുന്നു. ക്യാമ്പ് ബെൽ ദ്വീപിലെ ആടുകൾ ആ നിയമത്തിന്റെ ജീവന്റെ തെളിവാണ്. ഇന്നും അവയുടെ കഥ കേൾക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നു, പ്രകൃതി ഇത്രയും ശക്തവും ഇത്രയും ബുദ്ധിമാനുമാണെങ്കിൽ മനുഷ്യൻ സത്യത്തിൽ അതിന്റെ യജമാനനാണോ അതോ സ്വന്തം നിയമങ്ങളാൽ ജീവിതവും മരണവും എഴുതുന്ന പ്രകൃതിയുടെ കളിപ്പാട്ടം മാത്രമാണോ നമ്മൾ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഏതെങ്കിലും മൃഗത്തെ വർഷങ്ങളോളം ഇതുപോലെ വിജനമായ ഒരു ദ്വീപിൽ ഉപേക്ഷിച്ചാൽ അത് സത്യത്തിൽ ഒരു പുതിയ ഇനമായി മാറാൻ കഴിയുമോ? കമന്റുകളിൽ ഞങ്ങളോട് പറയാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ സ്ക്രീനിൽ കാണുന്ന മറ്റു വീഡിയോകൾ കാണുക.